ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ പേജാണ് നമ്മൾ നോക്കണത്. പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ പേജ്. സൂറത്തുൽ ബഖറയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൂറത്താണ്, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. 286 ആയത്തുകളുണ്ട് ഈ സൂറത്തിൽ. ഈ സൂറത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ ആയത്തും ഉള്ളത്. ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദൈൻ, കടമിടപാടുകളെ സംബന്ധിച്ചൊരു ആയത്താണ്. 282 ആയത്താണ് അത് ബഖറയിലെ. പിന്നെ അടുത്തൊരു പ്രത്യേകത പറയണത് അളമു ആയത് ഫിൽ ഖുർആൻ, അത് വിശിഷ്ടമായ ആയത്ത്, ഖുർആനിലെ ഏറ്റവും വിശിഷ്ടമായ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്തുൽ കുർസി, എല്ലാവർക്കും അറിയണതായിരിക്കും. അത് ഈ സൂറത്തിലാണ് ഉള്ളത്. അങ്ങനെ സൂറത്തുൽ ബഖറയുടെ വിശേഷണങ്ങൾ ഒരുപാടുള്ള ഹദീസുകളുണ്ട്. ഈ സൂറത്തുൽ ബഖറയിനെയും ആലു ഇമ്രാനെയും കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് 2 തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്നാണ്. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. അതിൽ പറയണത്, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്നും പിശാച് പേടിച്ചോടും എന്നാണ്. അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഖബറിടങ്ങളിൽ ആരും പോയി ഖുർആൻ ഓതാറില്ല അല്ലേ. അപ്പോൾ അതുപോലെ ആക്കരുത് വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാച് പേടിച്ചോടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് സവിശേഷതകളും ഉള്ളതായ സൂറത്താണ് സൂറത്തുൽ ബഖറ. അത് ഒരു മദനി സൂറത്താണ്. മദനി സൂറത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറത്താണ്. 2 ടൈപ്പ് സൂറത്തുകളാണല്ലേ ഉള്ളത്, മക്കി സൂറത്തുകൾ, മദനി സൂറത്തുകൾ. മക്കി സൂറത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുൻപുള്ളതും, മദനി സൂറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തുകളുമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കി സൂറത്തുകളിൽ കൂടുതലും തൗഹീദിനെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. മദനി സൂറത്തുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ കൂടുതലും നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളും ആയിരിക്കും കൂടുതലും പറഞ്ഞിട്ടുണ്ടാവുക. അതിലൊക്കെ വലിയ വലിയ ആയത്തുകളുള്ള സൂറത്തായിരിക്കും. അപ്പോൾ ഒരുപാട് നിയമങ്ങൾ അടങ്ങിയ സൂറത്താണ് മദനി സൂറത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജിൽ 5 ആയത്തുകളാണുള്ളത്. ഇന്ന് നമ്മൾ അതാണ് നോക്കണത്. അതിൻ്റെ ഒരു എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വേണം നമ്മളിന്ന് നോക്കണത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഒന്നാമത്തെ ആയത്തല്ലേ, അലിഫ് ലാം മീം. ഈ അലിഫ് ലാം മീം എന്നുള്ളത് അറിയപ്പെടുന്നത് ഹുറൂഫുൽ മുഖത്തഅ എന്നാണ്. ഇത് 29 സൂറത്തുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരക്ഷരായിട്ടും 2 അക്ഷരായിട്ടും 3, 4 ഒക്കെ ആയിട്ടും വന്നിട്ടുണ്ട് അല്ലേ. നൂൻ, ഖാഫ് എന്നൊക്കെ പറയുന്ന ഒരക്ഷരായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹമീം, യാസീൻ അല്ലേ, അങ്ങനെ 2 അക്ഷരമായിട്ട്. അലിഫ് ലാം മീം ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ, 3 അക്ഷരം ഉള്ളതാണ്. ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് പറയുക. അത് അറബി അക്ഷരമാലയിൽ 28 അക്ഷരങ്ങളാണുള്ളത്. ഹംസയും അലിഫും വേറെ വേറെ കൂട്ടുമ്പോൾ 29 എന്നും പറയാം. ഹംസ ആണ് നമുക്ക് ശരിക്കും ആ എന്നുള്ളൊരു ശബ്ദം തരുന്നത് ഹംസയാണ്. അലിഫ് അത് നീട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങളാണ് ഈ ഹുറൂഫുൽ മുഖത്തഅയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പല അഭിപ്രായങ്ങളുണ്ട്. ഈ അലിഫ് ലാം മീമിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല, നമുക്കങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അറബികൾക്കിടയിൽ പരിചയമുള്ള ഒരു ശൈലിയാണെന്നാണ് ഒരു അഭിപ്രായം. കാരണം ആ കാലഘട്ടത്തിൽ ആരും പ്രവാചകനോട് വന്ന് ചോദിച്ചിട്ടില്ല, പ്രവാചകൻ ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന്
ഒരാളും ചോദിച്ചിട്ടില്ല. സ്വഹാബികൾ എന്ന് വെച്ചാൽ നമ്മളെ പോലെയല്ല, ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടും ഡീപ്പായിട്ടും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് അവർ. അപ്പോൾ അവർ ആരും വന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം പ്രവാചകനോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ ഇത് സുപരിചിതമായ ഒരു ശൈലിയാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതൊരു അഭിപ്രായമാണ്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നത് ഇത് അള്ളാഹുവിന്റെ പേരുകൾ തന്നെയാണെന്നാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് പ്രത്യേകമായൊരു അർത്ഥം പറയാൻ കഴിയില്ല. ഇനി അടുത്ത ഒരു ആയത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ തുടങ്ങുകയാണ് സൂറത്ത് അല്ലേ. അപ്പോൾ അതിൽ പറയണെന്താ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ദാലിക്ക എന്ന് വെച്ചാൽ അവിടെ അർത്ഥം അത് എന്നാണ്, നമ്മുടെ അടുത്തില്ലാത്തൊരു സാധനം, ദാറ്റ് എന്നുള്ള അർത്ഥം. ഹാദ ആണ് ശരിക്കും നമ്മുടെ അടുത്തുള്ളൊരു സാധനത്തിനെ പറയാം. ഇത് അറബി ഭാഷയിൽ അങ്ങനെയാണ്. ഹാദ ഇത്, ദാലിക്ക അത്. അപ്പോൾ ദാലിക്കൽ കിതാബ് അതാണ് ആ ഗ്രന്ഥം എന്നാണ് പറയണത്. അപ്പോൾ ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തില്ലാത്തൊരു സാധനത്തിനെയാണോ പറയണത്? നമ്മുടെ ഈ ഖുർആനെ, നമ്മുടെ കയ്യിലുള്ള ഈ ഖുർആനെ തന്നെയാണ് ഈ പറയണത്. അപ്പോൾ അതിന് വിശദീകരിക്കണം എന്താണെന്ന് വെച്ചാൽ, ഈ ഖുർആൻ ഗ്രന്ഥരൂപത്തിലായി ഒരുമിച്ച് ഇറങ്ങിയിട്ടുള്ളത് ലൗഹുൽ മഹ്ഫൂദിലാണ്. അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയായി പല ഘട്ടങ്ങളിലായി 23 വർഷം കൊണ്ട് അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ദാലിക്ക എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ഒരഭിപ്രായമുണ്ട്. പിന്നെ ഒരു ബഹുമാന സൂചകമായിട്ട് നമ്മളിപ്പോൾ ഒരാളെ ആണെങ്കിൽ നമ്മളിങ്ങനെ അവർകൾ അല്ലെ, അവർ എന്നൊക്കെ പറയും. ഒരാളുള്ളെങ്കിൽ കൂടിയിട്ട് നമ്മൾ ബഹുമാന സൂചകമായിട്ട് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് ദാലിക്ക എന്നും ഒരഭിപ്രായമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാലിക്കൽ കിതാബ് എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലിരിക്കണ ഈ ഖുർആനാണ്, നമ്മുടെ കയ്യിലുള്ള ഈ ഖുർആനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ സൂറത്ത് അവതരിക്കണ കാലത്ത് ഇത് ഖുർആൻ രൂപത്തിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്രന്ഥരൂപത്തിലായിട്ടില്ല. അപ്പോൾ ഒരുമിച്ച് അവതരിച്ചത് എവിടെയാണ്? ലൗഹുൽ മഹ്ഫൂദിലാണ്. അതിനുശേഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പല ഘട്ടങ്ങളിലായി. അപ്പോൾ ഉദ്ദേശിക്കുന്നത് അതും കൂടിയാണ്. അപ്പോൾ ദാലിക്കൽ കിതാബ് ഇതാകുന്നു ഗ്രന്ഥം, അല്ലെങ്കിൽ അതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹ് അതിലൊരു സംശയവുമില്ല. റൈബ് എന്നുള്ളൊരു വാക്കാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വാക്ക്. റൈബ് എന്ന് വെച്ചാൽ സംശയം, സന്ദേഹം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവും ഇല്ല. ഹുദൻ ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇത് മാർഗദർശനമാണ്. അപ്പൊ എന്തൊക്കെ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാം അല്ലെ? ഇത് സത്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ തന്നെയാണോ? ഇത് പ്രവാചകന് വഹി കിട്ടിയതാണോ? അങ്ങനെ ഒരുപാട് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പടച്ചോൻ പറയാണ്. ഇത് ഒരു സംശയവും വേണ്ട ഈ ഗ്രന്ഥത്തെക്കുറിച്ച്. ഇത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള മാർഗദർശനമാണ്. ഇതില് ഹുദ എന്നുള്ളൊരു വാക്കുണ്ടല്ലേ, ഹുദൻ ലിൽ മുത്തഖീൻ. ഹുദ എന്നൊരു വാക്കിന് 14 മീനിങ്ങുകൾ ഉണ്ടെന്നാണ്. അതിൽ ഒരു മീനിങ് മനസ്സിന്റെ തെളിച്ചം എന്നാണ്. പിന്നെ തെളിവ്, സന്മാർഗം, നേർമാർഗം, മാർഗദർശനം, നേർവഴി, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് ഫാത്തിഹയിൽ പഠിച്ചു. ഇഹ്ദിന നമ്മൾ പറഞ്ഞല്ലോ ഒരു പ്രാർത്ഥന, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അല്ലേ. അപ്പോൾ അത് നമുക്ക് മനസ്സിന് തെളിച്ചം നൽകണേന്നും അല്ലെങ്കിൽ നേർമാർഗം കാണിക്കണേന്നും ഒക്കെ ഉള്ളൊരു വാക്കാണ് ഹുദ. പിന്നെ മുത്തഖി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയഭക്തിയുള്ള ആള് അല്ലെങ്കിൽ സൂക്ഷ്മത ഉള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മൾ നല്ലവരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് ഒരു മനസ്സിന് തെളിച്ചം നൽകുന്നതോ അല്ലെങ്കിൽ മാർഗദർശനമോ ഒക്കെ ആയ ഒരു ഗ്രന്ഥമാണ് ഇത്. ഇനി അടുത്തത് പറയണത് മുത്തഖിയായ ആളുകളുടെ ക്വാളിറ്റീസ് ആണ് പറയണത്. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും അവര്. നമ്മൾ കാണാത്ത ഒരു സംഭവത്തിന് ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾ. ചിലവർക്ക് എന്ത് സാധനവും നേരിട്ട് കണ്ടാലോ അല്ലെങ്കിൽ കേട്ടാലോ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവര് ഇതിൽ പെടൂല, മുത്തക്കിയിൽ പെടൂല. നമ്മൾ കാണാത്ത അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. പിന്നെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമസ്കാരം നിലനിർത്തുന്നവർ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. വെറുതെ എപ്പോഴെങ്കിലും നമസ്കരിക്കണവരല്ല, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരായിരിക്കണം രണ്ടാമത്തെ ക്വാളിറ്റി. പിന്നെ പറയണത് വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അള്ളാഹു നൽകിയ ഉപജീവനത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരുമായിരിക്കും. ഇതാണ് 3 ക്വാളിറ്റീസ് ആദ്യം തന്നെ പറയണത്. അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരായിരിക്കും, അള്ളാഹു നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവരായിരിക്കും. എങ്ങനെ ചെലവഴിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് സക്കാത്ത്, സ്വതക്ക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്.
പിന്നത്തെ ആയത്തിൽ പറയണത് അവരെങ്ങനെയുള്ളവരാണ്? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ചതിലും മുമ്പുള്ള പ്രവാചകന്മാരിൽ അവതരിച്ചതിലും, അത് മുമ്പത്തെ കിതാബുകളിൽ തൗറാത്ത്, ഇഞ്ചീൽ, ആ കിതാബുകളിലെല്ലാതും വിശ്വസിക്കുന്നവരായിരിക്കും അവർ. പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ. പരലോകമുണ്ട് എന്നുള്ള കാര്യത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു. യൂഖിനു എന്ന് വെച്ചാൽ ദൃഢമായി വിശ്വസിക്കുക എന്നാണ്. അപ്പൊ പരലോകത്തില് ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കും. ഈ പറഞ്ഞ ക്വാളിറ്റീസിൽ ഏതെങ്കിലും ഒന്നിൽ വിശ്വസിക്കാത്ത ആളാണെങ്കിൽ ആള് മുത്തക്കിയല്ല. ഈ എല്ലാത്തിലും അവര് വിശ്വസിക്കുന്നവരായിരിക്കണം. ചിലവർ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞങ്ങൾ വിശ്വസിക്കും, പക്ഷെ എന്നാ ഈസാ നബിയിൽ വിശ്വസിക്കാൻ പറ്റില്ല, അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞാൽ ഈ മുത്തക്കിയിൽ പെടില്ല. അപ്പൊ ഈ എല്ലാ ക്വാളിറ്റീസും, എത്ര ക്വാളിറ്റീസ് ആണ്? അദൃശ്യത്തിൽ വിശ്വസിക്കണം, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരായിരിക്കണം, അള്ളാഹു നൽകിയ ഉപജീവനത്തിൽ നിന്നും ചെലവഴിക്കുന്നവരായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ചതിലും മുൻപത്തെ പ്രവാചകന്മാർക്ക് അവതരിച്ചതിലും വിശ്വസിക്കുന്നവരായിരിക്കണം, അവസാനത്തേതായിട്ട് പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കണം. ഇത്രയും ക്വാളിറ്റീസ് ആണ് പറയണത് മുത്തക്കിയുടെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഗ്രന്ഥം ഉപകാരപ്പെടുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ഒരിക്കലും എന്താണ്, ഒരു മുസ്ലിമായ ആളെന്നല്ല ഉദ്ദേശിക്കണത്. നന്നായി ജീവിക്കാൻ ആരാഗ്രഹിക്കുന്നുവോ അവന് വേണ്ടിയാണ് ഈ ഗ്രന്ഥമുള്ളത്. പിന്നെ ഈ ആളുകളുടെ അടുത്ത പ്രത്യേകത പറയാണ്, ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം. അവര് അള്ളാഹുവിൽ നിന്നുള്ള നേർമാർഗത്തിലാണ്. അങ്ങനെ ഒരു നേർമാർഗത്തിലായ ആളുകൾക്ക് ഈ പറയണ വിശ്വാസമൊക്കെ ഉണ്ടാവുള്ളൂ. അവർ തന്നെയാകുന്നു ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. മുഫ്ലിഹൂൻ എന്ന് വെച്ചാൽ എന്താണ്? വിജയികൾ. ഈ ഒരു കാറ്റഗറി ആൾക്കാർ മാത്രമേ വിജയിക്കുള്ളൂ. അതായത് പരലോകത്തെത്തുമ്പോൾ നമുക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു പേജില്, ബക്കറയുടെ ആദ്യത്തെ ഒരു 5 ആയത്തില് ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ എന്താ, ഈ ഖുർആനിൽ ഒരു സംശയവും വേണ്ട. ഇത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു അവർക്ക് മാർഗദർശനത്തിനായി അവതരിപ്പിച്ചതാണ്. ഈ സൂക്ഷ്മത പാലിക്കുന്നവർ എന്ന് പറയണവര് ക്വാളിറ്റീസ് ആണ് പിന്നെ പറയണത്. അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരായിരിക്കണം, അള്ളാഹു നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവരായിരിക്കണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുമ്പുള്ള പ്രവാചകന്മാർക്കും അവതരിച്ച ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കണം, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കണം. ഇത്രയും ക്വാളിറ്റീസ് ആണ് അവരെ കുറിച്ച് പറയണത്. ഈ ആളുകള് അവർ അള്ളാഹുവിൽ നിന്നുള്ള നേർമാർഗത്തിലായിരിക്കും, അവർ തന്നെയാകുന്നു വിജയികളും. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ ഒരു പേജ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നെക്സ്റ്റ് ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.